ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ബ്രെഡും എഗ്ഗും പാലും വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 6 ബ്രെഡ് പീസസാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ആദ്യം നമുക്ക് ഇതൊന്ന് ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടുള്ള മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ആദ്യം അത് റെഡിയാക്കാം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് 3 എഗ്ഗാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ഒരെഗ്ഗിന് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര വെച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ ഒരു 4.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണുള്ളത്. അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയെല്ലാം നമുക്ക് മധുരത്തിനനുസരിച്ച് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചെടുക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ പഞ്ചസാര എഗ്ഗും കൂടി നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പഞ്ചസാര എല്ലാ എഗ്ഗിലും നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ച് കൊടുക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഒരെഗ്ഗിന് 1 ടേബിൾ സ്പൂൺ, അങ്ങനെ 3 ടേബിൾ സ്പൂണാണ് ഇപ്പോൾ എടുത്തു വെച്ചിട്ടുള്ളത്. അതും കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതും കൂടി നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയും പാലും എഗ്ഗും എല്ലാം കൂടെ നന്നായി തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ബ്രെഡായിട്ട് ഇതിൽ ഡിപ്പ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കണം. ബ്രെഡ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ഇനി ഈ ബാറ്ററിൽ ബ്രെഡ് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്കിത് പാനിലോട്ട് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഇനി ഇതൊന്ന് ഒരു സൈഡ് മൊരിഞ്ഞ് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സൈഡ് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒരു സൈഡിൽ നിന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഒരു സൈഡ് നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സൈഡും കൂടെ ഒന്ന് മൊരിഞ്ഞ് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ 2 സൈഡും മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് പ്ലേറ്റിലോട്ട് മാറ്റാം. ഇതുപോലെ ഓരോ ബ്രെഡും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ബ്രെഡ് ടോസ്റ്റ് എല്ലാം റെഡി ആയിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ 3 എഗ്ഗ് വെച്ചിട്ട് 6 ബ്രെഡ് ടോസ്റ്റാണ് ചെയ്തെടുത്തിട്ടുള്ളത്. നമുക്ക് വീട്ടിലെപ്പോഴുള്ള പാലും മുട്ടയും ബ്രെഡും എല്ലാം വെച്ച് പഞ്ചസാര ചേർത്ത് നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.